അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷാമിലിൻ്റെ ഉപ്പയുടെ നിക്കാഹിൻ്റെ സദസ്സ്. അതെ, കൂടുതൽ ആളുകളെയൊന്നും ക്ഷണിച്ചിട്ടില്ല, അത്യാവശ്യം കുറച്ച് ആളുകളെ മാത്രം. എന്നാൽ ഷാമിലിൻ്റെ ഉപ്പയുടെ മനസ്സ് എന്തൊക്കെയോ ആയിരുന്നു. കാരണം അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ലായിരുന്നു. പക്ഷേ മക്കൾ പറഞ്ഞപ്പോൾ മക്കളുടെ ഇഷ്ടത്തിന് വേണ്ടി അങ്ങ് നിന്നു കൊടുത്തു. ആരാണ് വധുവെന്ന് പോലും അന്വേഷിക്കാൻ അവർ കൂട്ടാക്കിയില്ല. അവർ മക്കളോട് പറഞ്ഞതാണ് ഇക്കാര്യം. എൻ്റെ മക്കൾ എനിക്ക് കണ്ടുപിടിച്ച് തരുന്നത്, അതെ, നിങ്ങളുടെ ഉമ്മയുടെ സ്ഥാനത്ത് ഞാൻ നോക്കും, അതേ എനിക്ക് പറയാനുള്ളൂ. എന്നാൽ പറയുമ്പോൾ ആ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തൻ്റെ ആദ്യ ഭാര്യ, അവളെപ്പോലുള്ളൊരു പെണ്ണാണ് ഉപ്പ ആഗ്രഹിക്കുന്നത്. തൻ്റെ രണ്ടാം ഭാര്യ സുലൈഖ. എൻ്റെ റബ്ബേ, ആലോചിക്കാൻ പറ്റില്ല. ഹോ പഠിച്ചോനെ, നീ കാക്ക്. അതിനുശേഷം പിതാവിന് അതിനാഗ്രഹമേ ഇല്ലായിരുന്നു. എന്നാൽ മക്കളുടെ നിർബന്ധപ്രകാരം മാത്രമാണ് ഇതിനു വേണ്ടിയിട്ട് ആ പിതാവ് മനമില്ലാ മനസ്സോടുകൂടി സമ്മതിച്ചത്. അങ്ങനെ അതാ ഷാമിലിൻ്റെ ഉപ്പ നിക്കാഹിന് വേണ്ടി ഇരുന്നു. എന്നാൽ മണവാട്ടിയുടെ വലിയൻ്റെ സ്ഥാനത്തിരുന്നത് അതെ പള്ളിയിലെ ഒരു ഉസ്താദായിരുന്നു. കാരണം അവൾക്ക് സ്വന്തമെന്ന് പറയാൻ പിതാവില്ലായിരുന്നു. പിതാവ് മരണപ്പെട്ടു. പിന്നെ വേറെ ഏതോ സഹോദരനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ എവിടെയാണെന്നോ എന്താണോ ഒന്നും അറിയില്ല. ഇനി മൂത്താപ്പയുടെ മക്കളാണ് ഇളാപ്പയുടെ മക്കളാണ് അറിയില്ല. എന്തൊക്കെ തന്നെയായാലും അവൾ ഒറ്റക്ക് തന്നെയാണ്. അവളുടെ ഇതുവരെയുള്ള ജീവിതത്തിലേക്ക് ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല, അവളുടെ ജീവിതത്തിൻ്റെ സ്ഥിതി. പക്ഷേ അവളെ തേടി വരുന്ന ചില ആളുകളുണ്ട്, അവരെയാണ് അവൾക്ക് ഭയമുള്ളത്. അവരിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ഷാമിലിൻ്റെ വീട്ടിൽ അഭയം പ്രാപിച്ചതും. എന്തൊക്കെ തന്നെയാലും അതാ നിക്കാഹ് കർമ്മം. അതെ, ആ പിതാവ് വാങ്ങിയ പിതാവിൻ്റെ ക്യാഷ് കൊണ്ടുണ്ടാക്കിയ മോതിരമായിരുന്നു മഹറായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ അത് നിക്കാഹ് കർമ്മം നടത്തി. അതിനിടയിൽ ആ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ എന്താണെന്നോ ഏതാണെന്നോ ഒന്നും അറിയുന്നില്ല. ആ പിതാവ് ആകപ്പാട് ടെൻഷനിലാണ്. ഉപ്പാ, എന്നാൽ മഹർ അണിയിച്ചു കൊടുക്കണ്ടേ? മക്കളെ, അതാ നിങ്ങൾ ആരെങ്കിലും ഇട്ട് കൊടുത്തോ. ഒന്ന് മോളെ ഇത് ഇട്ട് കൊടുത്തേക്ക്. പിന്നെ ബാപ്പ ഒരു കാര്യം പറയാം. എന്താ? അതായത് ശരിയാണ്, ഞാൻ നിക്കാഹ് ഒരാളെ കഴിച്ചു. നിക്കാഹ് കഴിച്ചാലും ഇല്ലെങ്കിലും ബാപ്പാൻ്റെ ജീവിതത്തിലേക്ക് തന്നെ ഉണ്ട് ഒതുങ്ങിക്കൂടട്ടെ. അവർ നിങ്ങളുടെ ഉമ്മയായിട്ട് ഈ വീട്ടിലും കഴിയട്ടെ. ശരിക്കും അത് ഷാമിൽ പറഞ്ഞു. ഉപ്പ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഉപ്പയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതല്ലേ മോനെ. അറിയാത്തോലൊക്കെ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. അത് ഇവരിവിടെ നിന്നോട്ടെ, കണ്ടാലും തൊട്ടാലും പ്രശ്നമില്ല എന്നുള്ളത് ഇതിലല്ലേ. ഏതായാലും ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ. എന്നാൽ അപ്പോഴേക്കും അളിയൻ അങ്ങോട്ട് വന്നു. ഉപ്പ, നിങ്ങൾ എന്തേ പറയുന്നത്? നിങ്ങൾ വിചാരിച്ച് ഒരു സ്ത്രീ, ഒരു ഉമ്മ ഈ ഒരു ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ കൈപിടിച്ച് ഏറ്റെടുക്കണ്ടേ? എന്താ ഉപ്പ നിങ്ങളൊരു മഹർ പോലും അണിയിക്കാൻ? മക്കളെ, അത് ഞാൻ പിന്നെ എനിക്ക് നിങ്ങൾ അവരെ കണ്ട് കൈ പിടിച്ച് കൊണ്ടുവന്നോളൂ. എന്നിട്ട് ഞാൻ ഒരിക്കൽ പോലും അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഈ ഒരു പ്രായത്തിലിപ്പോൾ. ആ പിതാവ് അങ്ങനെ പറയുമ്പോൾ ശരിക്കും അവർക്ക് നല്ല ആശങ്ക തോന്നി. എന്നാലും അതാ അപ്പോഴേക്കും ഉപ്പയുടെ റൂമെല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കിയിരുന്നു. ഷാമിൽ 2-3 പണിക്കാരെ വിളിച്ച് ഉപ്പയുടെ വീടിൻ്റെ എല്ലാ കട്ടിലും ബെഡും എല്ലാം മാറ്റി മൊത്തത്തിലൊരു പുതിയ ലുക്കാക്കി മാറ്റിയിരുന്നു. ആ പിതാവ് അതൊന്നും അറിയുന്നില്ല. അങ്ങനെ അതാ നിക്കാഹ് കഴിഞ്ഞ് വീട്ടിലേക്കെത്തി. ഉപ്പ, മണവാട്ടിയെ ഞങ്ങൾ കൊണ്ടുപോകാൻ പോയിക്കോളാട്ടോ എന്നൊക്കെ മോള് പറയുന്നുണ്ട്. എന്നാൽ ആ പിതാവ് ആലോചനയിലായിരുന്നു. മക്കളെ, എന്തിനാ നിങ്ങൾ ഈ പ്രായത്തിൽ എനിക്ക് വേണ്ടി ഇങ്ങനൊരു വിവാഹം? ബാപ്പാക്ക് അതിനത്ര വയസ്സായിട്ടില്ലല്ലോ, ബാപ്പ മൊഞ്ചനാണല്ലോ. അങ്ങനെ അതാ മരുമകൻ ഓരോന്നൊക്കെ പറയുന്നു. എന്തൊക്കെ തന്നെയായാലും അതാ മണവാട്ടിയെ കൊണ്ടുവരാനെന്ന് പറഞ്ഞ് അതാ മോളും ചെറിയ മക്കളും എല്ലാവരും കൂടി ഒരുങ്ങുന്നു. ശരിക്കും ആ പിതാവിന് എന്ത് പറയണമെന്നായി. ബാപ്പാന്ന് ഞങ്ങൾ മണവാട്ടിയെ കൂട്ടി വരട്ടെ കേട്ടോ. മക്കളെ, ആ പിതാവിൻ്റെ കണ്ണുകൾ എന്താ ഉപ്പ അങ്ങനെ കരയുന്നത്? ഷാമിൽ ഉപ്പയുടെ തോളിലൂടെ പിടിച്ചു. എൻ്റെ ഉപ്പാക്ക് ജീവിതത്തിലേക്ക് ഒരാളില്ല ഞാൻ പറ്റൂല. എനിക്ക് ഗൾഫിലേക്ക് പോകാനൊക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് തന്നെ എൻ്റെ ഉപ്പാക്ക് ഒരാൾ അത്യാവശ്യമാണ്. അതാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഉപ്പ ഒന്നും കൊണ്ട് വിഷമിക്കല്ല മക്കളെ. ഞാൻ എന്താ പറയുക, എനിക്കറിയുന്നില്ല. ആ പിതാവ് കരയുകയായിരുന്നു. എന്നാൽ അവരെല്ലാവരും ഉപ്പയെ കളയുക. അയ്യേ, ഉപ്പ എന്താ കരയുന്നത്? ഇത്രയ്ക്കും നല്ലൊരു ഇതുണ്ടായിട്ടും. അങ്ങനെ അതാ ഈ സമയം നമ്മുടെ
മാജിത്തെ ഒരുക്കുന്നു. അവിടുത്തെ അടുക്കളക്കാരി മാജിത്തയാണെന്ന് അപ്പോഴും അറിഞ്ഞിട്ടില്ലായിരുന്നു ആ ഉപ്പാക്ക്. എന്നാൽ മാജിത്തയുടെ അടുത്തേക്ക് പുതിയ വസ്ത്രങ്ങളുമായി എത്തുന്ന മക്കളെ കണ്ടപ്പോൾ മാജിത്ത പറഞ്ഞു, മക്കളെ നിങ്ങൾ. എന്നാൽ അതിനിടയിൽ ആ മോതിരം അവളുടെ കൈകളിലുണ്ടായിരുന്നു. ഇത് ഉപ്പയെ കൊണ്ട് തന്നെ ഇടിയിപ്പിക്കണമെന്ന് അവൾക്ക് വാശിയുണ്ടായിരുന്നു. മാജിത്തയോട് പറഞ്ഞു, മാജിത്ത ബരി വസ്ത്രങ്ങളൊക്കെ ഒന്ന് മാറ്റാം. മക്കളെ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഞാനിവിടെ കഴിഞ്ഞോളാം. അതെ, നിങ്ങളെ ബാപ്പ എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഞാനിവിടെ അടുക്കളയിൽ തന്നെ കഴിഞ്ഞോളാം, ഞാൻ അങ്ങോട്ടൊന്നും വരുന്നില്ല. പിന്നെ ഞാൻ സുഖമില്ലാതൊക്കെ ആകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് സഹായിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാനൊന്നും മക്കളെ ഇങ്ങനെയൊക്കെ മതി. അതിനെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അപ്പോഴേക്കും പുതിയ കോടിയെല്ലാം ഉടുപ്പിക്കുന്നു. ആ പഴയ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് നല്ല അതിമനോഹരമായ പർദ്ദയായിരുന്നു ആ ഉമ്മാക്ക് എടുത്തിരുന്നത്. ഉമ്മ അതാണ് ഉപയോഗിക്കാറുള്ളതും. പിന്നെ പർദ്ദയുടെ താഴെ നല്ലൊരു അടിപൊളി ചുരിദാറും ആ ഉമ്മാക്ക് ഇട്ടുകൊടുത്തപ്പോൾ ശരിക്കും അവർ നാണിച്ചു പോയി. എൻ്റെ മാജി ഉമ്മ, നിങ്ങൾ വല്ലാത്ത സുന്ദരിയാണെന്ന് കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് നല്ല ഭംഗിയുണ്ടല്ലോ ചുരിദാർ ഇട്ടിട്ട്. മക്കളെ എനിക്ക് മടിയാണ് മക്കളെ ചുരിദാറൊക്കെ ഇട്ടിട്ട്. അല്ല അതിനെന്താ, എന്തായാലും അതിടാം. അങ്ങനെ പർദ്ദയെല്ലാം അണിയിച്ചുകൊണ്ട് അവർ ഉപ്പയുടെ റൂമിലേക്കാണ് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്നത്. എന്നാൽ ഈ സമയം ആ പിതാവ് റൂം കണ്ടപ്പോൾ ഞെട്ടുകയാണ്. മോനെ ഷാമിൽ, എനിക്ക് റൂം മാറിയോ? ഇതല്ലായിരുന്നല്ലോ എൻ്റെ റൂം ഉപ്പ. അതെ, ഇതാണ് നിങ്ങളുടെ റൂമിന്. മക്കളെ എന്തൊക്കെ ഇത് മൊത്തത്തിൽ ഇതെൻ്റെ റൂമല്ലല്ലോ എൻ്റെ ഉപ്പ, ഇത് തന്നെയാണ് നിങ്ങളുടെ റൂം. ഞാൻ ആ റൂമിലൊന്നും പോയിരിക്കുന്നില്ല, ഞാൻ അവിടെ പുറത്തിരിക്കട്ടെ. അങ്ങനെ അദ്ദേഹം അവിടെ ഇരിക്കുന്നു. എന്നാൽ ഈ സമയം മഗ്‌രിബോടടുത്തു. മഗ്‌രിബ് നമസ്കാരവും കഴിഞ്ഞു, ഭക്ഷണം കഴിക്കലും എല്ലാം കഴിഞ്ഞു. അങ്ങനെ ആ പുതുവസ്ത്രമെല്ലാം അണിഞ്ഞുകൊണ്ട് പാവം മാജിയുമ്മ അവിടെ തന്നെ ഇരുന്നു. എന്നാൽ അപ്പോഴേക്കും കുഞ്ഞോളും അനിയത്തിമാരും ഷാമിലും എല്ലാവരും കൂടെ വന്നു. ഉമ്മ, ഇനി നിങ്ങൾ ഈ അടുക്കളയിലല്ല കിടക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു റൂമുണ്ട്. മക്കളെ നിങ്ങൾ എന്തേ പറയുന്നത്? ഞാനിവിടെ സ്റ്റോർ റൂമിൽ ഇവിടെ നിസ്കാരവും ഓത്തൊക്കെ ആയിട്ട് എനിക്ക് ഇവിടെയാണ് ഇഷ്ടം. മക്കളെ നിങ്ങളൊന്നും വിചാരിക്കില്ലേ, ഞാനിവിടെ നിന്നോളാം. എന്താ ഉമ്മ നിങ്ങളിങ്ങനെ? നിങ്ങൾ ഞങ്ങൾ ഉമ്മയായിട്ട് വന്നതല്ലേ, നിങ്ങളൊരിക്കലും. എന്നാൽ അവൾ ആ ഉമ്മയെ കൈകൾ പിടിച്ചു. ശരിക്കും നല്ലൊരു പർദ്ദയും ഷാളൊക്കെ ഇട്ടിട്ട് നല്ലൊരു സുന്ദരിയായിട്ടുണ്ട്. ഉമ്മ, നിങ്ങൾ ഈ പർദ്ദൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു, ചുരിദാർ മതിയായിരുന്നു. അയ്യേ, എന്താ മോളെ നീ പറയുന്നത്? ഉമ്മാക്ക് മടിയായിരുന്നു ചുരിദാറെല്ലാം ധരിച്ചിട്ട്. അങ്ങനെ ഉമ്മയെ കൈപിടിച്ചുകൊണ്ട് നേരെ ഉപ്പയുടെ അരികിലേക്ക് കൊണ്ടുപോവുകയാണ്. ഷാളുകൊണ്ട് മുഖം നന്നായിട്ട് മറച്ചിട്ടുമുണ്ട്. എന്നാൽ അതിനിടയിലും പിതാവ് പറയുന്നുണ്ട്, മക്കളെ നമ്മളെ അടുക്കളയത്തെ കാര്യങ്ങൾ നോക്കണം, ആ താത്താനങ്ങൾ ഓർക്കിട്ടോ, മറക്കല്ലിട്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ. ഇല്ല ഉപ്പ, അവരൊരിക്കലും നമ്മൾ മറക്കില്ല. എന്നാൽ ഉപ്പാക്ക് വലിയൊരു സർപ്രൈസാണ് മക്കൾ കൊടുക്കുന്നത്. ആ പിതാവ് ആകെപ്പാടൊരു ടെൻഷനായതുപോലെ. എന്താ ഉപ്പ ടെൻഷൻ? ഒന്നുമില്ല മക്കളെ, നമ്മൾ അറിയാത്തോലൊക്കെ ഉപ്പ നിക്കാഹ് കഴിയുന്നവരെല്ലാവരും അപരിചിതരായിരിക്കും, പിന്നെ പരിചയം വരുന്നതല്ലേ, അങ്ങനെ തന്നെയല്ലേ. ഉപ്പാനോടൊന്നും പറഞ്ഞ് എൻ്റെ ആവശ്യമില്ലല്ലോ, ഉപ്പാക്കൊക്കെ അറിയണതല്ലേ. മക്കളെ നിങ്ങളുമ്മ അപ്പോഴും മരണപ്പെട്ട് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു അദ്ദേഹം ഓർത്തത്. നമ്മളുമ്മ സന്തോഷിക്കായിരിക്കും, അതായത് നമ്മുടെ കുട്ടികളൊക്കെ നോക്കാൻ ഒരാളാകല്ലേ. എന്നാൽ ഒരു നിമിഷം ആ പിതാവ് ഒന്നും മിണ്ടിയില്ല. കാരണം അടുക്കളയിലെ ജോലിക്കാരി പോയി കഴിഞ്ഞാൽ ഇവളുടെ സ്വഭാവം ഏതോ ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അങ്ങനെ പാലിന്റെ ഗ്ലാസ് ഉപ്പാക്ക് അറിയുന്നില്ല കൊടുത്തു തന്നെ അവിടെ ആ സ്ഥാപനത്തിൽ റൂമിലേക്ക് കടന്നിരുന്നു. മക്കളെ ഞാനൊന്ന് കിടക്കട്ടെ കേട്ടോ, എന്റെ മക്കളുടെ തലവേദനയായിരുന്നു എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തത് ആ റൂമിലേക്ക് കടന്നു. അല്പസമയത്തിന് ശേഷം അങ്ങനെ ആദ്യം ഉപ്പ പറഞ്ഞിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കിടന്നോളാം, കൊണ്ടുപോകുന്നു, അവരെ വേറെ കിടത്തിക്കോളൂ എന്നൊക്കെ. ഉപ്പാക്ക് ഒരു ചമ്മലായിരുന്നു. മണവാട്ടിയുടെ കൈകളിൽ കൊടുക്കുന്നു. എന്നാൽ വാതിൽ കുഞ്ഞോൾ തുറന്നു കൊടുത്തു. ആ പാലുമായി നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ റൂമിലേക്ക് അതിലൊട്ടും ആ ഒരു വെളിച്ചത്തിലേക്ക് ഒന്നും കുറക്കാതെ നല്ല രീതിയിൽ മണവാട്ടിയാക്കി തന്നെ. ഒരു നിമിഷം ആ ഒരു വെളിച്ചത്തിൽ ആ പിതാവ് കണ്ടു. പിതാവ് ഒരു നിമിഷം അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. കാര്യം മറ്റൊന്നുമല്ല, റബ്ബേ ഇവർ ഏത് സ്ത്രീയാണ്, എന്തായിരിക്കും സ്വഭാവം എന്നതായിരുന്നു അവർക്ക് ഭയം. ആ പാല് ഗ്ലാസ് നേരെ
അദ്ദേഹത്തിന് നേരെ നീട്ടി. ഇതാ പാല്. ആ ഒരു ശബ്ദം എവിടേക്കോ ഒരു കേട്ട പോലെ തോന്നി. ഒരു നിമിഷം അതാ ആ തട്ടം ആ പിതാവ് പതുക്കെ ഒന്ന് പൊക്കി നോക്കി. മാഷാ അല്ലാ, മാജി നീയോ? മജിദ, നീയാണോ എൻ്റെ ഭാര്യയായിട്ട് വന്നത്? ഇക്ക, അതെ. എന്താ, എന്നെ മറന്നോ നിങ്ങൾ? അന്ന് നീ ഹോസ്പിറ്റലിലേക്ക് വന്ന് തിരിച്ചു പോയപ്പോൾ ഞാൻ ഒരിക്കലും പിന്നീട് മാജി, ഇക്ക ഇത് കുടിക്ക്, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് കൊടുത്തു. അദ്ദേഹം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞ് ആ പാലിൽ നിന്ന് അല്പം കുടിച്ചു. നേരെ അതാ മാജിത്തയുടെ ചുണ്ടുകളിലേക്ക് ആ ഗ്ലാസ് അടുപ്പിച്ച് കൊടുക്കുന്നു. ഇന്ന് മോളെ ഇത് കുടിക്ക്, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. സന്തോഷത്തോടെ അവളും അത് കുടിച്ചു. സത്യം പറഞ്ഞാൽ ആ പിതാവിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. എൻ്റെ മക്കൾ ഇത്രക്കും വലിയൊരു സർപ്രൈസാണോ എനിക്ക് തന്നത്? മാജി, അല്ല, നിന്നെ എങ്ങനെ ഇവർ കണ്ടുപിടിച്ചു? അതൊക്കെ കണ്ടുപിടിച്ചല്ലോ. മാജി, പിന്നെ നീ എൻ്റെ ജീവിതത്തിലേക്ക് വരികയെ. സ്ട്രോക്ക് വന്ന് ബാധിച്ച് കിടപ്പിലായിരുന്നു ഞാൻ. എന്നെ ഇപ്പോൾ കാണുന്ന ഈ രൂപത്തിലാക്കി മാറ്റിയത് അത് നീയാണ് മാജി. മാജി, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല മാജി. ശരിക്കും നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നോ? ഇക്ക, എന്താ ഞാൻ വന്നത്? അല്ല, എന്നെ ഒരു മനുഷ്യനാക്കി മാറ്റിയത് നീയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ അന്ധകാര യുഗത്തിലേക്ക് അങ്ങ് നീങ്ങിപ്പോവുകയായിരുന്നു. എനിക്കെല്ലാം നഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ എനിക്ക് പുതുജീവൻ നൽകി എന്നെ നീ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ആക്കിയത് ഞാൻ ഒരിക്കലും മറന്നിട്ടില്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പക്ഷെ നീ എൻ്റെ വധുവായിട്ട് വരിക എന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മാജി. അതെ, ഞാൻ വന്നത് അല്ല, ഞാൻ നമ്മുടെ മക്കൾക്ക് കൂടി വേണ്ടിയിട്ടാണ്. അതെ, എൻ്റെ ഇക്കയുടെ മക്കൾ എൻ്റെയും മക്കളല്ലേ, അവരെ സംരക്ഷിക്കണ്ടേ? ഞാൻ ഇക്കയെ സംരക്ഷിക്കണ്ടേ? എന്നോട് ഷാമിലി കാര്യം പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ ഞാൻ എതിർത്തിരുന്നു. പക്ഷേ പിന്നീട് എനിക്കും തോന്നി, ഒരു മനുഷ്യന്, ഒരു ജീവിതത്തിന് ഒരു താങ്ങും തണലുമാവാൻ എനിക്ക് കഴിഞ്ഞാൽ അതല്ലേ ഏറ്റവും നല്ലത്. അതിനു വേണ്ടി എന്ത് ഹെൽപ്പ് ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഇക്ക, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നത് ഒരിക്കൽ കൂടും നിങ്ങളുടെ മണവാട്ടിയായി മാത്രമല്ല കേട്ടോ. മക്കളുടെ കാര്യവും എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും. അതെ, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എന്നെക്കൊണ്ട് കഴിഞ്ഞിടത്തോളം കാലം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. എന്നാൽ അതാ മാജിത്തയുടെ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ, ആ ഒരു പെരുമാറ്റം, ആ ഒരു സ്വഭാവം, ആ മുഖം കണ്ടപ്പോൾ ശരിക്കും ഷാമിലിൻ്റെ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മാജി. എന്നാൽ ആ നിമിഷം തന്നെ മാജിദയുടെ കൈകളിലേക്ക് ആ പിതാവിൻ്റെ കയ്യിൽ മകൾ കൊടുത്തിരുന്ന ആ ഒരു മഹർ അണിയിക്കുകയാണ് മാജി. അവൾ കൈ നീട്ടി അവളുടെ ആ വിരലുകൾ അവർ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് അത് ആ വിരലിൽ അണിയിച്ചു. മാജി, എൻ്റെ സമ്പാദ്യം ഇതാണ് എനിക്കുള്ള മഹർ. ശരിക്കും എന്നാലും ഇത്രയധികം ഗോൾഡൊക്കെ ഞാൻ ഇട്ട് നിൽക്കുകയെന്ന് വെച്ചാൽ ഇത് സത്യത്തിൽ മോളതാണോ? അല്ല, ഒരിക്കലും അല്ല. അത് മോൻ നിനക്ക് വേണ്ടി വാങ്ങിയതാണ്. അതെ, എൻ്റെ ഉപ്പയുടെ മണവാട്ടിക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട്. അല്ല, ഇത്രയധികം സ്വർണ്ണമൊക്കെ ഒരിക്കൽ പോലും ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. സ്വർണത്തിനൊരു തരി ഞാൻ ഇട്ടിട്ടുമില്ല. എന്നാൽ അമ്മാജി, അതെ, നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മുതൽ എന്തൊക്കെ തന്നെയാലും നിനക്ക് അള്ളാഹുവിൻ്റെ ഹൈറും ബർക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. പിന്നെ മാജി, നമുക്കൊരു അടുക്കളയിൽ ഒരാളുണ്ട്, ജോലിക്കൊക്കെ ഉള്ള പാവമാണ് ആ സ്ത്രീ. നീ അവരുടെ കൂടെ നീയും സപ്പോർട്ടായിട്ട് നിൽക്കണം കേട്ടോ. പാവമാണ്. മക്കളെയൊക്കെ എങ്ങനെ വെച്ചാൽ അവർ നോക്കും, പൊന്നു പോലെ നോക്കും. എൻ്റെ പൊന്നു മക്കളെ നല്ല രീതിയിൽ അവർ നോക്കും. എൻ്റെ കുഞ്ഞോള മക്കൾ വരുമ്പോൾ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി അവരെ സ്വീകരിക്കും. ആദ്യത്തവളായിരുന്നെങ്കിൽ ആട്ടി വിട്ടേനും. പക്ഷേ ഇപ്പോഴത്തെ ആ വേലക്കാരി പെണ്ണ് തീർച്ചയായും പാവമാണ്. മാജി, നിനക്ക് വിരോധമില്ലെങ്കിൽ അവരിവിടെ നിന്നോട്ടെട്ടോ. നമ്മൾ കഴിക്കുന്നതിൽ നിന്ന് അല്പം അവർക്കും കഴിക്കാം. പാവമാണ് ആ സ്ത്രീ, ജോലികളെല്ലാം അവർ ചെയ്തോളും. ശരിക്കും മാജിത്ത ഉള്ളിൽ ചിരിച്ചു. റബ്ബേ, ഞാനായിരുന്നു ആ വേലക്കാരി എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ലല്ലോ. ആ നിമിഷം തന്നെ അവർ പറഞ്ഞു, അതിനെന്താ, സന്തോഷമേ ഉള്ളൂ, ആ വേലക്കാരി ഇവിടെ നിന്നോട്ടെ. എന്തൊക്കെ തന്നെയാലും
എനിക്കൊന്ന് കാണാനും പോകണം. അതെ, ഇനി ഇൻഷാ അല്ലാ നാളെ പോകാം. പിന്നെ അവർ പാവമാണ്, അവർ ആ സ്റ്റോർ റൂമിൽ അവിടെയാണ് കിടക്കാറുള്ളത്. ആയിക്കോട്ടെ ഇക്ക, അവരൊന്നും പറഞ്ഞു വിടണ്ടെന്നേ, ഞാൻ അത്തരക്കാരിയല്ലല്ലോ. എന്നാൽ സ്നേഹത്തോടെ അതാ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് കൂടുതൽ അവർ ഇടപഴകി കഴിഞ്ഞു. സംസാരിച്ച് പരിചയമുണ്ടായത് കൊണ്ട് തന്നെ അവർ ആ സ്ഥാപനത്തിൽ 5-8 മാസം നിന്നതുകൊണ്ടും നല്ല പരിചയമായിരുന്നു. അവൾ ഓരോ കാര്യങ്ങളും ഉപ്പയോട് ചോദിച്ചു കൊണ്ടിരുന്നു, ഉപ്പ തിരിച്ചും. ശരിക്കും അവരുടെ ആ ഒരു സന്തോഷകരമായ ആ ഒരു സംസാരങ്ങൾ ശരിക്കും ഷാമിൽ ചെറുതായിട്ടൊരു കുറുകലായി പുറത്തേക്ക് കേട്ടു. ഒരു നിമിഷം അവൻ മനസ്സിൽ പടച്ച റബ്ബിനെ സ്തുതിച്ചു. അല്ലാ, അൽഹംദുലില്ലാ റബ്ബേ, എൻ്റെ പിതാവിൻ്റെ ഈ ഒരു സന്തോഷകരമായ നിമിഷമാണ് ഞാൻ കാത്തിരുന്നത്. അള്ളാഹുവേ റഹ്മാനെ, പഠിച്ചോനെ, അവരുടെ ദാമ്പത്യ ജീവിതം നീ ദാമ്പത്യ ജീവിതത്തിൽ ഹൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യ റഹ്മാനെ. ഒരു നിമിഷം ഷാമിൽ വിചാരിച്ചു. എന്നാൽ ഈ സമയം അളിയനും പെങ്ങളും, അതെ, എന്തായാലും ഉപ്പാക്ക് ഏറ്റവും അവരായിരുന്നു. അതായത് അവരങ്ങനെ ഉപ്പാനെ നോക്കിയതാണ്. സ്ട്രോക്ക് വന്ന അവസ്ഥയിൽ പോലും താങ്ങിയെടുത്തതും പരിചരിച്ചതും ഭക്ഷണവും വെള്ളം നൽകിയതും ഒക്കെ അവരാണ്. അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ തന്നെ ആയിരിക്കും. അതെ, ആവട്ടെ, പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയതാ ആ ഉപ്പയും മാജിത്തയും ആ റൂമിൽ ഓരോന്നോരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഉപ്പ ചോദിച്ചു, അല്ല മാജി, ഇങ്ങനെ സംസാരിച്ച് നേരം വിളിപ്പിച്ചാൽ മതിയോ? ഇക്ക, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനില്ലേ? അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഉറങ്ങാട്ടോ. ആ ആയിക്കോട്ടെ, നിനക്ക് പറയാനുള്ളതൊക്കെ പറയും, ഞാൻ എല്ലാം കേട്ടോളാം. അവർ ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. അത് അവരുടെ നല്ല നല്ല കാര്യങ്ങൾ. എന്നാൽ അതിനിടയിൽ എപ്പോഴൊക്കെയോ ഉപ്പയുടെ കൈകൾ മാജിത്തയുടെ കൈകളിൽ മുറുകെ പിടിച്ചിരുന്നു. സംസാരിച്ച് ഒടുവിൽ അതാ മാജിത്ത ആ ഉപ്പയുടെ നെഞ്ചിലേക്ക് തളർന്നു വീണു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.